Hi everyone, welcome you all to Mastery. This is a continuation of the first unit discussed by ourselves. And here, a very old man with enormous wings that we have discussed in the last class. It was a Malayalam mixed class. English and Malayalam mixed class. ഇവിടെ ആ ക്ലാസ് കേട്ട കുട്ടികൾക്ക് ഒരു എസ്സേയും അതോടൊപ്പം തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ചും പരിചയപ്പെടുത്തുകയാണ്. ഈ ക്യാരക്ടർ സ്കെച്ചും ഈ എസ്സേയും പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് നല്ല മാർക്ക് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ എസ്സേയും അതോടൊപ്പം തന്നെ ദിസ് ഇസ് എ എസ്സേ പ്രിപ്പയർഡ് ബൈ മൈസെൽഫ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി പഠിക്കുകയും അതോടൊപ്പം തന്നെ ഈ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ. ഞാൻ ആ എസ്സേയിലേക്ക് കിടക്കുകയാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് and he's straight to us. And I did not say he's straight. അദ്ദേഹത്തിന്റെ ധാര എന്ന് പറയുന്നത്, എഴുതുന്നതിന്റെ ധാര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയൽ, ഇറ്റ് ഈസ് നോട്ട് റിയാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് റിയാലിറ്റി. മാജിക്കൽ റിയലിസം അതാണ്, മാന്ത്രിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഇത് നമുക്കറിയാം. അധ്യായത്തിൽ ഒരു ഏഞ്ചൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഏഞ്ചലിന് മനുഷ്യനെ പോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ 2 ചിറകുകളുമുണ്ട്. അത് യാതൊരു സംശയം വേണ്ട, അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാജിക്കൽ റിയലിസം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് പറന്നു പോവുകയാണ്. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അത് പറന്നു പോവുകയാണ്. അപ്പോ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ട്രേറ്റിനുടമയാണ് ഈ Gabriel Garcia Marcus, a Canadian writer. And now let's go straight into the essay. And I will discuss every points in the essay. See, Gabriel Garcia Marcus. So that word Marcus, M-U-R-Q-U-E-Z, M-A-R-Q-U-E-Z. അതാണ് അതിന്റെ സ്പെല്ലിങ്. അവിടെ തെറ്റായിട്ടാണ് കൊടുത്തത്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, എ കൊളംബിയൻ റൈറ്റർ, ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. ഈസ് എ വെരി ഫേമസ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ. ആൻഡ് ദിസ് ഷോർട്ട് സ്റ്റോറി, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഈസ് ബേസ്ഡ് ഓൺ ദ strange magical realism. I told you earlier what is magical realism. I told you this story is based on magical realism. One day, in the rear means backside, rear of the courtyard, Pelayo saw a very old man moving and groaning in the courtyard. He was moving and groaning in the courtyard. In spite of his tremendous efforts, he made his strong efforts to get up, but he was unable to get up. Of his tremendous efforts, the man could not get up, impeded by his enormous wings. Impeded means hindered. His enormous. So what hindered him? That was his enormous wings. അദ്ദേഹത്തിന്റെ ആ വിശാലമായ ആ വലിയ ചിറകുകളായിരുന്നു അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായത്. He ran to his wife and brought her. What was the name of the wife? We have already seen, Elisenda. They both looked at the fallen body. വീണ് കിടക്കുന്ന ആ ശരീരത്തെ നോക്കി. The bald-headed old man looked like a rat picker. ഒരു പഴയത് പെറുക്കുന്ന ആളെ പോലെയാണ് ഈ ആളെ കണ്ടാൽ തോന്നുക. He was drenched and lost all his greatness. മഴയിൽ കുതിർന്ന് എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് കിടക്കുകയാണ് അവൻ. His huge buzzard, dirty and half-plucked wings were entangled in the mud.
ചെളിയിൽ കുതിർന്ന് കിടക്കുകയാണ്. എന്ത്? ആ ചെറിയ ചെറിയ അവന്റെ ഈ പറഞ്ഞു പോയിട്ടുള്ള പറഞ്ഞുപോയ കുറെ ചിറകുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞുപോയ വൃത്തിഹീനമായ ആ ചിറകുകൾ വെച്ചുകൊണ്ട് മഡിൽ, ചെടിയിൽ അദ്ദേഹം കമന്ന് കിടക്കുകയാണ്. From the appearance, they could understand that he was a lonely castaway from a foreign ship. He was a castaway. Castaway means a shipwrecked sailor. അത് നമ്മള് കഴിഞ്ഞ 8ാം ക്ലാസ്സിലുണ്ടായിരുന്നുണ്ട്. ഷിപ്പ്റെക്ട് സെയിലർ. അപ്പോ ഒരു ഷിപ്പ്റെക്ട് പേഴ്സൺ ആണ്. ഏതോ വിദേശ കപ്പൽ തകർന്ന് അവിടെ ആ തീരത്തെത്തപ്പെട്ട ഒരാളായിട്ടാണ് ആ ആളെ കാണാൻ സാധിക്കുക. എന്ന് പറയാ, ഹി വാസ് സ്പീക്കിംഗ് ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. മനസ്സിലാകാത്ത ഒരു ഭാഷയാണ് അവൻ സംസാരിച്ചിരുന്നത്. ദ നെയ്ബർഹുഡ് വുമൻ ബ്രോട്ട് ടു സീ ഹിം. അവനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. എന്നിട്ട് ടോൾഡ് ദാറ്റ് ഹി വാസ് an angel. അവള് പറയാണ്, ഇതെന്താണ്? ഒരു മാലാഖയാണ്. വിത്ത് ഹ്യൂമൻ ഫ്ലഷ്, മനുഷ്യ ശരീരത്തോടു കൂടി, മനുഷ്യ മജ്ജയോട് കൂടിയുള്ള ഒരു മാലാഖയാണ് അവൻ എന്ന് പറയാം. ദ ന്യൂസ് ഓഫ് ദ ഏഞ്ചൽ വിത്ത് ഹ്യൂമൻ ഫ്ലഷ് സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ. വൈൽഡ് ഫയർ മീൻസ് അതുപോലെ കാട്ടുതീ പോലെ പടരുകയാണ്. ഈ ഏഞ്ചലിനെ കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. എന്നിട്ട് പറയാണ്, ഈ പെലായോ ഡിസൈഡ്, എന്നിട്ട് പറയാണ്, ഈ എന്താ പറയുന്നത്, സൂൺ ദ കോർട്ട്യാർഡ് ബിക്കം എ മാർക്കറ്റ് പ്ലേസ്. ആ മുറ്റം ഒന്നാകെ ഒരു ചന്തയായി മാറി. ഒരുപാട് വിസിറ്റേഴ്സ്, the visitors came to see him, to see the old man, to see the angel. A lot of visitors. The neighborhood crowded in the courtyard. Crowded. അവരാകെ തിങ്ങിക്കൂടുകയാണ്. എന്നിട്ടോ Pelayo courtyard became a marketplace. Pelayo decided to throw him away on a raft on the sea. അത് നമ്മൾ കണ്ടു. ഒരു ചങ്ങാടത്തിൽ കെട്ടി അവനെ ഈ സേഫായിട്ട് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ എന്താ തീരുമാനിക്കുന്നത്? ലേറ്റർ സീയിങ് ദ ഹ്യൂജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, ഒരുപാട് സന്ദർശകർ കൂടിയത് കൊണ്ട് തന്നെ he decided to charge 5 cents for seeing the angel. 5 cents means 5 rupees to seeing the angel. ഏഞ്ചലിനെ കാണുന്നതിന് വേണ്ടി 5 രൂപ ചുമത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ടാക്സ് ചുമത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ചാർജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 5 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ ഏഞ്ചലിനെ കാണാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. ദ വിസിറ്റേഴ്സ് കെയിം ഇൻ നമ്പർ. ഒരുപാട് ആളുകൾ വന്നു. ടോസ്റ്റ് ഫുഡ് ടു ദ ഏഞ്ചൽ. അവര് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടുകൊടുത്തു. ആൻഡ് ട്രീറ്റഡ് ആസ് എ സർക്കസ് ആനിമൽ ഇൻസ്റ്റെഡ് ഓഫ് എ സൂപ്പർനാച്ചുറൽ ക്രീച്ചർ. ഒരു പ്രകൃത്യാതീതമായ ഒരു ജന്തുവായി പരിഗണിക്കുന്നതിന് പകരം ട്രീറ്റഡ് ഹിം ആസ് എ സർക്കസ് ആനിമൽ. ദാറ്റ് വി ഹാവ് സീൻ ഇൻ ദ class itself. And now Pelayo and Elisenda became very rich. They built a 2-storied mansion. ഇരുനില കെട്ടിടം, കൊട്ടാരം കെട്ടുകയാണ്. And wore nice clothes and chapels. നല്ല വസ്ത്രങ്ങളും ചപ്പലുകളും ഒക്കെ ധരിക്കാൻ തുടങ്ങി. The very old man was the only creature remained unnoticed. ആ മനുഷ്യൻ മാത്രമാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടത്തെ കോഴിക്കൂടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. Their son mingled with the old man. അവരുടെ കുട്ടി, പെലായോയുടെയും അതോടൊപ്പം തന്നെ എലിസന്റെയുടെയും കുട്ടി മിംഗിൾഡ്, അതാണ് ബന്ധപ്പെട്ടു. ആരോട്? the old man. And went quite often to the chicken coop. He went quite often. മിക്കപ്പോഴും എവിടെ പോയി? ചിക്കൻ കൂപ്പിലേക്ക്, ആ കോഴിക്കൂട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. Where the angel was lying. ആ ഏഞ്ചൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുകയായിരുന്നു. Soon both of them were affected chicken pox. രണ്ടുപേർക്കും ചിക്കൻ പോക്സ് വന്നു. The doctor came to examine the child, found that there was whistling sound from the kidneys and heart of the angel. ഏഞ്ചലിന്റെ അപ്പോ കുട്ടിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ ആരെ കൂടി എക്സാമിൻ ചെയ്യുകയാണ്? ഈ ഓൾഡ് മാനെ കൂടി എക്സാമിൻ ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഹൃദയത്തിൽ നിന്നും അതോടൊപ്പം കിഡ്നിയിൽ നിന്നും വലിയ വലിയ ചൂളവടികളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു അത്ഭുത വസ്തുവായി അദ്ദേഹത്തിന് ഈ ആളെ കാണുകയാണ്.
He was really shocked. He was really surprised. എന്നിട്ട് എന്താ പറയുന്നത്? The angel. Logic of the wings surprised the doctor. അവന്റെ ചിറകുകളാണ് ഡോക്ടറെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. They seem to natural on the completely human organism. ഒരു ഹ്യൂമൻ ഓർഗാനിസം, മനുഷ്യ ശരീരത്തിൽ പിടിപ്പിക്കപ്പെട്ട ഒന്നായി ആ ഈ ചിറകുകൾ മാറിയിട്ടുണ്ടായി. അത് അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ചിറകുകൾ അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് പറയാൻ മീൻവായി അതിനിടയ്ക്ക് എ ട്രാവലിംഗ് ഷോ അറൈവ്ഡ് ഇൻ ദ ടൗൺ. ആ ഒരു ട്രാവലിംഗ് ഷോ ആ ടൗണിലെത്തുകയാണ്. ദ മെയിൻ അട്രാക്ഷൻസ് ഫോർ ദ ഷോ വാസ് എ സ്പൈഡർ വുമൻ. അതിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വുമൻ ആണ്, ഒരു ചിലന്തിയായിട്ടുള്ള സ്ത്രീയാണ്. വാസ് റെഡി ടു സേ ഓൾ ക്വസ്റ്റ്യൻസ് ഓഫ് വിസിറ്റേഴ്സ് ടു ഹെർ അബ്സർഡ് സ്റ്റേറ്റ്. എല്ലാ ചോദ്യങ്ങൾക്കും, ആളുകൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരു വിഡിത്തം നിറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആ സ്ത്രീ ആയിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണുന്നതിനേക്കാൾ കുറച്ച് പൈസ മതി ആ സ്ത്രീയെ കാണുന്നതിന്. സോ ദ ഏഞ്ചൽ ലോസ് ഓൾ ഹിസ് മാഗ്നാനിമിറ്റി. എല്ലാ മാഗ്നാനിമിറ്റി, പ്രതാപവും ആർക്ക് നഷ്ടപ്പെട്ടു? ഏഞ്ചലിന് നഷ്ടപ്പെട്ടു. നോക്ക് അടുത്തത്. The chicken coop was the only thing that did not reach any attention. ഒരു ശ്രദ്ധയും കിട്ടാതെ ആ കോഴിക്കൂട് മാത്രമാണ് കിടന്നിരുന്നത്. അതിനുള്ളിലുണ്ടായിരുന്ന ഏഞ്ചൽ മാത്രമായിരുന്നു ഒരു ശ്രദ്ധയും, ആരുടെയും ശ്രദ്ധ പതിക്കാതെ കിടന്നിരുന്ന സാധനം. ആരും ഒരു തരത്തിലുള്ള ശ്രദ്ധയും അവന് കൊടുത്തില്ല. അവന് വേണ്ട ഭക്ഷണം നൽകിയില്ല, അവന് വേണ്ട സുഖ സൗകര്യങ്ങൾ ഒരുക്കിയില്ല. അങ്ങനെ it was remained unnoticed. The chicken coop was the only thing which remained unnoticed. The old man could scarcely eat and had a temperature at night. ആ വാർദ്ധക്യ സഹജമായ വാർദ്ധക്യം നിറഞ്ഞ ആ വൃദ്ധന് ഒരു കാരണവശാലും ഇതില്ല, ആ വിശപ്പുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ രാത്രിയിൽ വല്ലാതെ പലിച്ചിരുന്നു. എന്നിട്ടോ എന്താ സംഭവിക്കുന്നത്? ഈ Pelayo and Elisenda believed that he was going to die. അവൻ ചാകാൻ പോവുകയാണ് എന്ന് അവർ വിശ്വസിച്ചു. But the old man recovered from all misfortunes. എല്ലാ ദൗർഭാഗ്യങ്ങളെയും ആ വൃദ്ധൻ അതിജീവിച്ചു. Some large stiff feathers that of a scarecrow began to grow on her wings. നല്ല ശക്തമായ കുറച്ച് ചിറകുകൾ അവന്റെ ആ ചിറകിൽ മുളച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ he made his strong efforts. ശക്തമായ എഫേർട്സ് നടത്തി, പ്രയത്നങ്ങൾ നടത്തി. ആ പ്രയത്നങ്ങൾ to get up but failed many times. Finally he got a grip on the air and managed to gain altitude. അവസാനം he got a grip in the air and managed to get up to gain altitude. ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിച്ചു. And flew away. പറന്നുപോയി. With the risky flopping of a senile vulture. Senile means old vulture. ഒരു പ്രായം നിറഞ്ഞ ഈ കഴുകനെ പോലെ അവൻ പിന്നീട് പറന്നു പോവുകയാണ്. There was a sigh of relief in the face of Elisenda and the family. ആ കുടുംബത്തിന്റെ മുഖത്ത് നമുക്ക് ഒരു ആശ്വാസത്തിന്റെ കിരണങ്ങൾ കാണാം. The angel was no longer an annoyance in the life of the family. അവർ ഒരു തരത്തിലും, ആ ഏഞ്ചൽ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നില്ല. അവരെ പ്രയാസപ്പെടുത്തിയ ഒന്നായിരുന്നു. അനയൻസ് മീൻസ് പ്രയാസം നിറഞ്ഞ, പ്രയാസപ്പെടുത്തിയ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ആ കുടുംബത്തിന് വരുത്തിയില്ല. ബട്ട് ആൻ imaginary dot on the horizon of the sea. അപ്പോ ചക്രവാളത്തിൽ ഒരു പൊട്ടുപോലെ ഉള്ള ഒന്നായിട്ട് മാത്രമാണ് ആ ഏഞ്ചൽ അവർക്ക് അനുഭവവേദ്യമായത്. അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ആ ഏഞ്ചൽ വരുത്തിയിരുന്നില്ല എന്നാണ് ഇതോടുകൂടിയാണ് അത് ആ എസ്സേ അവസാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ എസ്സേ പഠിച്ചു പോവുക. എസ്സേ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള സാഹചര്യങ്ങളുണ്ട്. നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും ആ എസ്സേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാം. ഒപ്പം അതിന്റെ പിറകിലായി, അതിന് തൊട്ടടുത്ത പേജിലായി നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ
ഓൾഡ് മാൻ, വെരി ഓൾഡ് മാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ പാഠത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ വെരി ഓൾഡ് മാൻ, ഏൻഷ്യൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. The ancient in the story, a very old man with enormous wings by Gabriel Garcia Marquez, was a bald-headed old man dressed like a rag picker. So he was a bald-headed old man like a rag picker. പറയേണ്ട ആവശ്യമില്ല, പഴയത് വെറുക്കുന്ന ആളെ പറയാം. His pitiful condition seemed that of a drenched great grandfather. ഒരു നനഞ്ഞു കുതിർന്ന ഒരു മുത്തശ്ശനെ പോലെയാണ് അവനെ കാണപ്പെട്ടത്. Who lost all his greatness. തന്റെ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട, മഴയിൽ നനഞ്ഞു കുതിർന്ന ഒരു വൃദ്ധനെ പോലെ, ഒരു മുത്തശ്ശനെ പോലെയാണ് അവൻ കാണപ്പെട്ടത്. His huge bizarre wings. അവന് നല്ല പരുന്തിനെ പോലെയുള്ള ചിറകുകൾ, 30.5 പ്ലക്ട, അതാണ് വൃത്തിഹീനമായതും അതോടൊപ്പം തന്നെ പകുതി ഈ ചിറകുകൾ നഷ്ടപ്പെട്ടതുമായ, തൂവലുകൾ നഷ്ടപ്പെട്ടതുമായ ഈ ഒരു ചിറകാണ് അവനുണ്ടായിരുന്നത്. അവന്റെ ചിറകുകൾ അങ്ങനത്തെ ചിറകുകളായിരുന്നു. പ്ലക്ട് എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. എൻടാങ്കിളിൽ കുരുങ്ങിക്കിടക്കുന്നതായിരുന്നു. ഇൻ ദ മഡ്, ചളിയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു അവൻ കാണപ്പെട്ടിരുന്നത്. ഫ്രം ഹിസ് അപ്പിയറൻസ്, അവന്റെ രൂപഭാവത്തിൽ നിന്ന് എന്താണ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം എ ഫോറിൻ ഷിപ്പ്. ഈ ഫോറിൻ ഷിപ്പിൽ നിന്നും എന്താണ്, അത് തകർന്ന സമയത്ത് രക്ഷപ്പെട്ട ഒരാളായിട്ടാണ് കാണാൻ സാധിക്കുക. ഹി സ്പോക്ക് ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷയായിരുന്നു അവൻ സംസാരിച്ചിരുന്നത്. ഡയലക്ട് മീൻസ് ലാംഗ്വേജ്. ഹി ഹാഡ് 2 wings that looked like an angel. അപ്പൊ രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നു. ലുക്ക് ലൈക്ക് an angel. അതൊരു മാലാഖയെ പോലെ കാണപ്പെടുന്നു. He was a supernatural creature. What surprised him most, however, was the logic of it. എന്നിട്ട് പറയാം, he was a supernatural creature. Supernatural creature. What surprised the doctor most, however, was the logic of his wings. അവന്റെ വിങ്സിന്റെ ലോജിക് ആയിരുന്നു അവനെ അത്ഭുതപ്പെടുത്തിയിരുന്ന കാര്യം. They seemed so natural on the completely human organism. ഒരു മനുഷ്യന്റെ അവയവങ്ങളെ പോലെ തന്നെ പിടിപ്പിക്കപ്പെട്ട ചിറകുകളായിരുന്നു അതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏൻഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഇത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചിന്താധാര നോക്കുക. അദ്ദേഹത്തിന്റെ ചിന്താധാര എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ചിന്താധാര മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ചിന്താധാരയാണ്. ആരുടെ? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസും പറയും. അപ്പൊ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ചിന്താധാരയായിട്ടുള്ള മാജിക്കൽ റിയലിസവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. I am damn sure that you will get a good score. You will score a very good mark in the examination if you go through the essay and the character sketch. Thank you.